ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സോയ ചങ്ക്സ് റോസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ഒരു 100 ഗ്രാം അളവിൽ സോയ ചങ്ക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾക്ക് അതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മൾക്ക് അതിലേക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. ലോ ഫ്ലെയിമിലിട്ട് 1 സ്പൂൺ മല്ലിയും 5 വറ്റൽമുളക് എരിവുള്ളത്, 3 പട്ട കഷ്ണങ്ങൾ, ഒരു 3 ഗ്രാമ്പു, 1/4 സ്പൂണ് വലിയ ജീരകം, ഒരു 15ഓളം കുരുമുളക്, ഇതെല്ലാം ചേർത്ത് നമ്മളൊന്ന് ചെറു ചൂടോടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അതിലേക്ക് ഇനി ഒരു അല്പം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക, അല്പം മാത്രം. എന്നതിന് ശേഷം ഒന്നുകൂടി ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു പൊടിക്കുന്ന ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു മസാല കൂട്ടായി നമ്മളെപ്പോഴും ഒരു ഹോം മെയ്ഡ് മസാലക്കൂട്ടാണ് തയ്യാർ ചെയ്യുന്നത്. അപ്പോൾ സോയ ചങ്ക്സ് എല്ലാം കഴുകി വൃത്തിയാക്കി ഞാനത് കട്ട് ചെയ്യുന്നുണ്ട്. ഞാനിത് 2 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കി കട്ട് ചെയ്യാം. സോയ ചങ്ക്സ് എല്ലാം കട്ട് ചെയ്ത് വന്നു. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട 2 മീഡിയം സൈസ് തക്കാളി, 2 മീഡിയം സൈസ് സവോള, ഇതെല്ലാം അല്പം വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി വെള്ളുള്ളി ചതച്ചതാണ് ഒരു 1.5 സ്പൂൺ ഉണ്ടാവും. ഒരു 3 പച്ചമുളക് കീറിയത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളൊരു 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ അല്പം വലിപ്പത്തിലാണ് ഞാൻ സവോള കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആ ജിഞ്ചർ ഗാർലിക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അധികം ഒന്ന് വഴന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുവിധം ഒന്ന് വഴന്നാൽ മതി. ആ ജിഞ്ചർ ഗാർലിക്കൊക്കെ ഒന്ന് ആ എണ്ണയിലൊന്ന് വഴന്ന് വരട്ടെ. ഇനി അതിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഉപ്പൊക്കെ റെഡിയായി വരും ഇതിൽ. അപ്പോൾ സവാളയുടെ ഇതളൊക്കെ ഒന്ന് വിട്ട് വരുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുത്തു. ഒരു 4 പീസ് തക്കാളി അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾക്കത് അവസാനം ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നമ്മളതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് സെറ്റായി കിട്ടും. ഇനി അതിലേക്ക് ഒരല്പം 1/4 സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ആ സവാളയിലേക്ക് ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സോയ ചങ്ക്സ് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാമായിരിക്കും സോയ ചങ്ക്സ് ഇതേപോലെ മസാലക്കൂട്ട് ചേർത്ത് നമ്മൾ ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മസാല ഉണ്ടാക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷേ നമുക്ക് സമയം കിട്ടില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന പൊടികൾക്കൊക്കെ എപ്പോഴും നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നില്ല, മായം കലർന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴെങ്കിലും അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അതൊരു ഗുണമാവുമല്ലോ. അപ്പോൾ ആ മസാലക്കൂട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഏകദേശം ഒരു 2 സ്പൂൺ അളവിലുണ്ടായിരുന്നു. അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ആ തക്കാളി നേരത്തെ മാറ്റി വെച്ച ഒരു 4 കഷ്ണം തക്കാളി അതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3 സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അല്പം ഫ്ലെയിം കുറച്ചിട്ട് നമ്മളൊരു 4 മിനിറ്റോളം അടച്ച് വെച്ചൊന്നുകൂടി വേവിക്കാം. ആ മസാലക്കൂട്ടൊക്കെ ഒന്ന് അതിലേക്ക് ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇട്ട തക്കാളി ഒന്നുകൂടി ഒന്ന് സെറ്റാവണം. ഇപ്പോൾ നമ്മൾ കണ്ടാലറിയാം മസാലക്കൂട്ടൊക്കെ ഒന്ന് അതിലേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. കണ്ടില്ലേ മസാലക്കൂട്ട് നമ്മൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ചപ്പാത്തിയുടെ കൂടെ ചൂടോടെ കഴിക്കാനൊക്കെ നല്ല രുചിയായിരിക്കും. അപ്പോൾ അല്പം ഓയിൽ കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു, ഒരു 1/2 ടേബിൾ സ്പൂൺ. അപ്പോൾ അത്യാവശ്യം ഓയിലും മസാലക്കൂട്ടൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് സോയ ചങ്ക്സ് നല്ല രുചി ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് കൂടി നമ്മളതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കറിവേപ്പില കൂടി ചേർത്ത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റായി സോയ ചങ്ക്സ്. ഇതേപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ മസാലക്കൂട്ട് ചേർത്ത് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും. ഇനി നമ്മൾക്ക് അതിലേക്ക് അല്പം മല്ലിയില കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു കുറച്ച് ചെറിയൊരു പീസ് ചെറുനാരങ്ങയുടെ നീരും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റായി. എല്ലാ മസാലക്കൂട്ട് സ്പൈസിയിലും ഞാൻ ഇതേപോലെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാറുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലൊരു രുചി ഉണ്ടാവും. ഞാനിപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് ഇത് പകർത്തി കാണിച്ചു തരാം. നല്ല സൂപ്പറായിട്ടില്ലേ.
അല്ല ബീഫ് ഫ്രൈ വെച്ച മാതിരി തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്കിത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് നന്നായിട്ട് ചേരും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.